ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡോളീസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഓർക്കിഡിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓർക്കിഡ് പൂക്കൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന പൂക്കൾ തന്നെയാണ്. അതിൻ്റെ വിശേഷം നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. ഓർക്കിഡിനെ കുറിച്ച് പറയുന്നത് പറഞ്ഞാൽ ഒരു പൂവിനെ പോലെ വേറൊരു പൂവ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അത്ര മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഓർക്കിഡ് പൂക്കൾ പല വെറൈറ്റിയിൽ നമുക്കറിയാം എല്ലാവർക്കും. ഡെൻഡ്രോബിയം, വാൻഡ, പിന്നെ ഏതാ മെക്കോറ, ഒരുപാട് ഭംഗിയുള്ള സാധാ നമ്മുടെ നാടൻ ഇനങ്ങൾ ഒക്കെ ഉണ്ട്. എത്ര കണ്ടാലും നമുക്ക് എന്തായാലും ഓർക്കിഡ് പൂക്കളിൻ്റെ ആ ഒരു സന്തോഷം വേറെ ഒരു പൂക്കളും തരില്ല. രണ്ട് 1 മന്തോളമൊക്കെ നിൽക്കുന്ന പൂക്കളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശേഷമാണ് എന്ന് പറയുന്നത്. ഞാനിതുപോലെ എനിക്ക് കുറേ ഓർക്കിഡ്സ് ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഒത്തിരി എണ്ണം ഞാൻ ശ്രദ്ധിക്കാതൊക്കെ പോയി. അപ്പം നമ്മൾ ഈ ഓർക്കിഡ് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരുപാട് നമ്മളെ കുട്ടികളെ പോലെ ശ്രദ്ധിച്ചാലേ ഇതുങ്ങൾ നന്നായി പൂക്കുകയും നല്ലതായിട്ട് വരുള്ളൂ. എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായാൽ ഇതുങ്ങൾ പോകും. അപ്പം ഞാനെന്തായാലും ഓൺലൈൻ വഴി കുറച്ച് ഓർക്കിഡ് മേടിക്കാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നമുക്കിതുപോലെ പാക്കറ്റിലായിട്ടാണ് കിട്ടിയ. നല്ല പാക്കിംഗ് ഒക്കെയാണ്, വളരെ മനോഹരമായിട്ട് തന്നെ അവർ വൃത്തിയായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ചെടി പോലും നഷ്ടമാകാതെ, അതായത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ്. അതായത് രജിസ്റ്റേർഡ് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇതുപോലെ പൊതിഞ്ഞ് വൃത്തിയാക്കി നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഞാൻ സീഡ്ലിങ്സാണ് മേടിച്ചിരിക്കുന്നത്, ചെറിയ പ്ലാന്റ്. നമുക്കിനി ഇത് വളർത്തിയെടുക്കാമേ. നമ്മൾ പറഞ്ഞ ആ ഒരു ടാഗോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലുള്ള 5 വെറൈറ്റി ഓർക്കിഡാണ്, ഡെൻഡ്രോബിയത്തിൻ്റെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. വളരെ നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്, നമുക്കൊന്നും പറയാനില്ല. അത്രയും ബെറ്ററായിട്ട് തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇത് ഓർഡർ ചെയ്ത് മേടിക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ചെറിയ പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് തന്നെ വെച്ച് വളർത്തിയെടുത്താൽ ഇതിന് ധാരാളം പുതിയ തൈകളും കിട്ടും, പിന്നെ വില വ്യത്യാസവും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാനങ്ങനെ വരുത്തിയ 5 പ്ലാന്റ്സ് ആണിത്. നമ്മൾ പറഞ്ഞിരിക്കുന്ന കളറും വെറൈറ്റിയും അതിൻ്റെ ടാഗും എല്ലാം സഹിതമാണ് നമുക്കിത് വന്നിരിക്കുന്നത്. ഇത് വേറൊരു വെറൈറ്റി. അത് ഞാനത് മിനി അതായത് ബ്രിക്സിൻ്റെ കളറുള്ളത്, അതുപോലെ മറൂണ്, പിന്നെ വയലറ്റും റെഡ്, വെള്ള, അങ്ങനെ പല 5 കളറാണത്. ഇതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് വെക്കാനുള്ള മീഡിയം, അത് ഞാൻ ഓർഡർ ചെയ്തപ്പം തന്നെ ഇതുപോലെ ഓടിൻ കഷ്ണവും നമുക്ക് ചകിരിയല്ല, തൊണ്ടിൻ്റെ കോക്കനട്ട് ഹസ്ക്, പിന്നെ നമുക്ക് കരി, ഇത്രയും സാധനമാണ് നമ്മൾ മീഡിയമായിട്ട് എടുത്തിരിക്കുന്നത്. ചട്ടിയാണേലും ഇതുപോലെ നിറയെ ഹോൾസുള്ള ചട്ടികളാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ചെടി വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതെല്ലാം നന്നായിട്ട് കഴുകി സാപ്പി മുക്കി ഉണക്കി എടുത്തതാണ്. ചട്ടിയാണേലും ഇതുപോലെ നന്നായി നല്ല വൃത്തിയായിട്ട് നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്ന, അല്ലാതെ ഫംഗസ് വരുന്ന ഒരു ഇതാണ് ഓർക്കിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പം ഞാൻ എന്തായാലും ഇതുപോലുള്ള ഹോൾസുള്ള ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള ചട്ടിയാണ്. ഇതാകുമ്പോൾ 30 to 40 അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. പിന്നെന്താ പറയുന്നത്, മറ്റേ ചട്ടിയില്ല, മീൻസ് ആ ചട്ടിയാണെങ്കിൽ 120 മുകളിലാവും നമുക്ക് ഓടിൻ്റെ ചട്ടി. അപ്പോൾ എന്തായാലും ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് വെക്കുമ്പം വളരെ ശ്രദ്ധിക്കണം. ഒരുപാട് ഇങ്ങനെ കുത്തി നിറച്ചൊന്നും വെക്കരുത്. ഇതുപോലെ ഫ്രീ ആയിട്ട് ഇരിക്കണം. അതിൻ്റെ വേരും ഒക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന പോലെ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. ആദ്യം നമ്മൾ ഇച്ചിരി ഓട് കഷ്ണവും കുറച്ച് കരിയും ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയും ചെയ്യുമോ. എന്നിട്ട് 1-2 ചകിരിയും കൂടെ, ചകിരിത്തൊണ്ടും 1-2 കൂടെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഒരുപാട് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വേരിനോ അതിൻ്റെ ഇലയ്ക്കോ ഒന്നും ഒരു ക്ഷതവും വരാതെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് താഴെ പോകാത്ത രീതിയിലൊന്ന് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവൂ. അല്ലാതെ നമ്മൾ ഒരുപാട് തിക്കി നിറച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് വേരൊന്നും ഓടാതെ ഇതങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളിത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് 2 കഷ്ണം വെച്ച് അതൊന്ന് നേരെ നിൽക്കുന്ന പോലെ ഒന്ന് വെക്കണം. നല്ലതായിട്ട് വേരോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് നന്നായി തന്നെ വളർന്നു വരത്തുള്ളൂ.
ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് വെയിലും ഒരുപാട് മഴയും ഒന്നും കൊള്ളാത്ത രീതിയിൽ ഒരു സമാധാനമായ ഒരു സ്ഥലത്തൊന്ന് വെച്ച് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേ ഒന്ന് ഇതാകത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിത് നനച്ചു കൊടുക്കണം. ഇതുപോലെ ഒരു നല്ലൊരു സ്പ്രെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് അതിൻ്റെ ഇലയും അതിൻ്റെ വേരും എല്ലാം നനയുന്ന രീതിയിൽ നന്നായി തന്നെ നനച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന മീഡിയം ഇത് നന്നായി നനയുന്ന രീതിയിൽ നമ്മളിതുപോലെ സ്ക്വയർ വെച്ച് നന്നായി തന്നെ നനച്ച് രാവിലെയും വൈകിട്ടും തന്നെ നനച്ചു കൊടുത്താൽ വളരെ നന്നായിരിക്കും. എന്തായാലും ഒരു സമാധാനമായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വെച്ച് കൊടുക്കുക ഇതിന്. എന്നാൽ മാത്രമേ ഇതൊന്നും നന്നായി വേരോട്ടമൊക്കെ ഉണ്ടായി ഓരോ ഇലയൊക്കെ ഒന്ന് ബെറ്ററായിട്ട് വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ ആദ്യമേ കൊണ്ടുവന്ന് വെയിലത്ത് ഒന്നും വെച്ച് കളയല്ല. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ബെറ്ററായിട്ട് വരത്തില്ല. അത് ഉണങ്ങിപ്പോവുകയും വാടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ഒന്ന് സമാധാനമായിട്ടിരിക്കുന്ന രീതി വേണം വെക്കാൻ. അതിനുശേഷം ഒന്ന് പച്ച പിടിച്ച ശേഷം വേണം നമുക്ക് മാറ്റി വേറെ എവിടെയെങ്കിലും വെക്കാൻ. എന്തായാലും ഞാനിതുപോലെ റൂഫിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ നല്ലതായിട്ട് സ്പ്രെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും 1 വീക്ക് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഇതിനെന്തെങ്കിലും ഒരു വളരാനുള്ള വളങ്ങളൊക്കെ ചെയ്യാവൂ. അതിന് മുന്നേ നമുക്കൊന്നും ചെയ്യണ്ട. ജസ്റ്റ് വെള്ളം മാത്രം കൊടുത്താൽ മതി. ഇതുപോലെ സ്പ്രെയർ ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് 1 വീക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പുളിപ്പിച്ച കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതിൻ്റെ തെളി 4 ഇരട്ടി വെള്ളം ചേർത്ത് ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുത്താൽ വേരും ഇതൊക്കെ വരും. അതുപോലെ പുളിപ്പിച്ച തേങ്ങ വെള്ളം അതാണേലും 4 ഇരട്ടി വെള്ളം ചേർത്ത് അതുപോലെ സ്പ്രെയർ ചെയ്യുക. ഇതുപോലെ നമ്മൾ വെച്ചിരിക്കുന്ന മാധ്യമങ്ങളെല്ലാം നന്നായി നനഞ്ഞു വന്നു. എന്തായാലും അത് കഴിഞ്ഞുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നമ്മുടെ നാടൻ വെറൈറ്റിയാണ്. വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാകുന്നൊരു ഇത് എപ്പോഴും നിറയെ ഉണ്ടാകുന്ന ഒരു ഓർക്കിഡാണ്. വീട്ടിലുള്ളതാണ്. എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.